students. Okay. കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. നമുക്ക് ആ ചാപ്റ്ററിലൂടെ ഒന്ന് പോകാം. എന്താ നമ്മൾ പറഞ്ഞ ചാപ്റ്ററിന്റെ പേര്? ഫസ്റ്റ് യൂണിറ്റില് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. റൈറ്റർ ഓഫ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് who is the author? Liam of Flaherty. ലിയാം ഓഫ് ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഓക്കെ, ആ ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതില് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ബൈ ലിയാം ഓഫ് ഫ്ലഹർട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ടെക്സ്റ്റിലൂടെ ഒന്ന് പോകാം. ടെക്സ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളവര് ടെക്സ്റ്റ് ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക. നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കുന്നു. ഓക്കെ, ജസ്റ്റ് ലിസൺ. Let's read the story of a young seagull that was afraid to make its first flight and how its parents got it into action and thereby equipped it to face the challenges of life. Let's read the story of a young seagull. Let's read the story of a young seagull. The seagull എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽക്കാറ്റ് അല്ലെ. അപ്പോ let's read the story of a young seagull. നമുക്കൊരു യങ് സീഗളിന്റെ സ്റ്റോറിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. That was afraid to make its first flight. The seagull was afraid to make its first flight. ഒരു സീഗളിന് അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആദ്യമായിട്ട് അത് പറക്കാൻ തുടങ്ങുക അല്ലെ. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അത് വളരെ അഫ്രൈഡ് ആണ്. എന്താണ് അഫ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയമാണ് അല്ലെ. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ആദ്യമായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിക്കുമ്പോ നമുക്കൊരു ഭയമാണ് അല്ലെ. നമ്മൾ ആ സൈക്കിളോട്ട് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്. നമ്മൾ കയറിയിരുന്നാൽ വീഴുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം. ക്രമേണ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ആദ്യം ചിലപ്പോ ഒന്ന് വീണേക്കാം, എന്നാൽ പോലും പിന്നീട് നമ്മൾ ക്രമേണ ആ ഒരു പ്രോസസ്സുമായിട്ട് നമ്മളങ്ങ് ഇണങ്ങിച്ചേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യങ് സീഗളിന് ഹി വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവന്റെ ആദ്യ പറക്കൽ നടക്കുമ്പോഴേക്കും പറന്നു തുടങ്ങാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വളരെയധികം ഭയമാണ്. ആൻഡ് ഹൗ ഹിസ് പേരൻസ് ഗാർഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ. എങ്ങനെയാണ് അവന്റെ പേരൻസ് അവനെ എന്ത് ചെയ്ത് പ്രേരിപ്പിച്ചത്, അല്ല അവനൊരു സഹായം കൊടുത്തത് അല്ലെ. അവൻ എങ്ങനെയാണ് അവനെ എക്വിപ്ഡ് ആക്കിയത് ടു ഫേസ് ദി ചലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാൻ. ജീവിതത്തിലെ വെല്ലുവിളി, ഇവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത് ഈ അവന്റെ ഒരു ഫ്ലൈറ്റ് ആദ്യമായിട്ടൊന്ന് പറക്കാൻ, സ്വതന്ത്രമായിട്ട് സ്വന്തമായി പറന്ന് ഇടതേടുവാനും സഞ്ചരിക്കുവാനുമുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുകയാണ്, അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ ഒരു പ്രോത്സാഹനവും ഒക്കെയാണ് നമ്മൾ പറയുന്നത് ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടി നമ്മൾ പറയുക. ക്ലിയർ ആവുന്നുള്ള പറയുന്ന കാര്യം നോക്കിക്കോളൂ. Let's read the story of a young seagull that was afraid to make its first flight and how its parents guided it into action. ആ പ്രവൃത്തി ചെയ്യുവാൻ, പറക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. And thereby equipped it to face the challenges of life. അതുവഴി ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാനായിട്ട് അവരെ എക്വിപ്ഡ് ആക്കുകയും ചെയ്യുന്നു. എക്വിപ്ഡ് ആക്കുക മീൻസ് പ്രാപ്തനാക്കുക അല്ലെ. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാനായിട്ട് പ്രാപ്തനാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടി നമ്മുടെ റൈറ്റർ ലിയാം ഓഫ് ഫ്ലഹർട്ടി നമ്മളോട് പങ്കുവയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിച്ചോളൂ. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. The great expanse of the sea stretched on beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran back to the little hole under the ledge where he slept at night. Once more, paragraph number.
The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. Okay, the young seagull was alone on his ledge. The young seagull, he was alone on his ledge. His two brothers, and his sister, had already flown away the day before. ഒരു ദിവസം മുന്നേ തന്നെ പറന്നു പോയി കഴിഞ്ഞിരുന്നു. അവരുടെ ആഹാരം തേടുന്നതിന് വേണ്ടിയിട്ട് അവന്റെ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും തന്നെ ഒരു ദിവസം മുന്നേ തന്നെ ആ കൂട്ടിൽ നിന്ന് പറന്നു പോയിരുന്നു. He had been afraid to fly with them. അവരോടൊപ്പം പറന്നു പോകുവാനായിട്ട് അവന് ഭയമാണ്. തന്റെ സഹോദരങ്ങളൊക്കെ ഇരതേടുവാനായിട്ട് പറന്നു പോയെങ്കിൽ പോലും അവരോടൊപ്പം പോകുവാനായിട്ട് ആർക്ക്? നമ്മുടെ സീഗളിന് ഭയമാണ്. Somehow, when he had taken a little run forward to the brink of the ledge, എന്നിരുന്നാലും അവൻ അവന്റെ കൂട്ടിൽ നിന്ന് ആ മാളത്തിന്റെ പുറത്തേക്ക് ഒന്ന് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? and attempt to flap his wings. and attempted to flap his wings. അവന്റെ ചിറകൊന്ന് വീശി ഒന്ന് പറക്കാനായിട്ട്, ചിറകടിക്കാനായിട്ട് അവനൊന്ന് ശ്രമിച്ചു, അറ്റംപ്റ്റ് ചെയ്തു. but he became afraid. പക്ഷെ എന്ത് ചെയ്തു? പക്ഷെ എന്താ സംഭവിച്ചേ? ഇങ്ങനെ ആയപ്പോഴേക്കും എന്തായി? അഫ്രൈഡ് ആയി, ഭയമായി അവന്. മനസ്സിലായല്ലോ? അപ്പോ തന്റെ സിസ്റ്ററും സഹോദരങ്ങള്, ആ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ തന്നെ അവിടെ നിന്ന് പറക്കാനായിട്ട് ആഹാരം തേടാനായിട്ട് പോയി കഴിഞ്ഞു. അപ്പോഴേക്ക് ഇവനൊന്ന് കൂട്ടിന് പുറത്തേക്കൊന്ന് വന്നിട്ട് ഒന്ന് ചിറകടിക്കാനായിട്ട് നോക്കിയെങ്കിൽ പോലും ആര് വളരെ ഭയന്നു എന്നാ പറയാ? നമ്മുടെ സ്ത്രീകൾ വളരെയധികം ഭയന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of the sea stretched down beneath. താഴേക്ക് നോക്കുമ്പോഴേക്കോ താഴേക്ക് പരന്നു കിടക്കുന്ന വിശാലമായ കടൽ. And it was such a long way down, miles down. ഒരുപാട് വിശാലമായിട്ട് എന്ത് ചെയ്യാണ്? കടല് താഴെ ഉണ്ട്. ഒരു കടലിടുക്ക്, ആ കടലിടുക്കിനുള്ള ഒരു പാറയുടെ ഇടയിലുള്ള ഒരു പൊത്തിലാണ് ആര് താമസം എന്ന് പറയുന്നത്? ഈ സീകൾ താമസം. അപ്പോ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ഈ സീകൾ പുറത്തേക്ക് നോക്കിയപ്പോഴേക്ക് താഴെ നല്ല കടലാണത് കാണുന്നത്. അല്ലെ? എന്താ ചിന്തിക്കുന്നത്? He felt certain that, അവന് ഉറപ്പുണ്ട്, his wings would never support him. His wings would never support his body. പറക്കാൻ ചിറകടിക്കുമ്പോഴേക്ക് ഇവന്റെ വിങ്സിന് ഇവന്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചു. So he bent his head and ran away back to the little hole under the ledge where he slept at night. അതുകൊണ്ട് തന്നെ ബോഡിക്ക് വിങ്സ് കൊണ്ട് ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ പറക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും കടലിൽ വന്ന് വീഴുപോകും എന്ന് വിചാരിച്ചിട്ട് അവൻ വീണ്ടും തലേ ദിവസം രാത്രി ഉറങ്ങിയ ആ ഹോളിലേക്ക് വീണ്ടും അവൻ ഉൾവലിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോ ഒന്ന് ഇറങ്ങി പറന്ന് നോക്കാനായിട്ടൊരു ശ്രമം നടത്താൻ ശ്രമിക്കുന്നെങ്കിൽ പോലും ആ ശ്രമത്തിൽ ആര് പരാജയപ്പെടുകയാണ്? നമ്മുടെ യങ് സീകൾ പരാജയപ്പെടുകയാണ്. കാരണം അവൻ അഫ്രൈഡ് ആണ്, വളരെ ഭയചകിതനാണ്. കാരണം എന്താണ്? ഈ പറക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്റെ ബോഡിയെ തന്റെ വിങ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ താൻ താഴേക്ക് വീണ് ഈ കടലിലേക്ക് വീഴുപോകുമോ എന്നുള്ളൊരു ഭയം കാരണം ആര് വീണ്ടും തലേ ദിവസം രാത്രി ഉറങ്ങിയ കൂട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാ പറയാ? നമ്മുടെ സ്ത്രീകള് തിരിച്ചുപോയി. ഇതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ ഫസ്റ്റ് പാരഗ്രാഫ് അതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യമുണ്ട്. വൈ വാസ് എ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് ആ സീകള് ഭയപ്പെട്ടത്? പറക്കാൻ എന്തുകൊണ്ടാണ് അതിന് കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്നുള്ള ചോദ്യമുണ്ട്. അത് നിങ്ങളിത് ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ,
About Bakula questions on the Varana, no creative type questions, none is based on questions of notes of Pinid Dara, in the side or a questions that another, and Sundamata on the question Dana. Why was the young seagull afraid to fly? Isn't a Parana? Okay, Nula paragraph in the Vaika, clear on the Parana Karingla, Nula Vaika. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. Okay, second paragraph. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. A paragraph on the paragraph on the Vaikya. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. Even when each of his brothers and his little sister, even they ഒരു സഹോദരങ്ങളും അതുപോലെ തന്നെ ലിറ്റിൽ സിസ്റ്ററും whose wings were far shorter than his own, അവരുടെ വിങ്സ് ഒരുപക്ഷെ ഇവന്റെ വിങ്സിനേക്കാൾ ചെറുതാണെങ്കിൽ പോലും ran to the brink, flapped their wings and flew away, നേരെ കൂട്ടിന് വെളിയിലേക്ക് വന്ന് നിൽക്കുന്നു, ചിറക് വിരിക്കുന്നു, ചിറകടിക്കുന്നു, പറന്നു പോകുന്നു. അല്ലെ? അപ്പോ ഈ ഇവന്റെ സഹോദരങ്ങളുടെ ബ്രദേഴ്സിന്റെ ആകട്ടെ സിസ്റ്റർ ആകട്ടെ അവരുടെ വിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവന്റെ വിങ്സിനേക്കാൾ ചെറുതാണ്. പക്ഷെ അവർക്കെല്ലാം തന്നെ കറേജ് ഉണ്ട്. അവരെല്ലാം തന്നെ ഈ കൂടിന് വെളിയിലേക്ക് വരുന്നു, ചിറക് വിരിക്കുന്നു, ചിറകിട്ടടിച്ച് അവിടുന്ന് പറന്നു പോകുന്നു. He failed to muster up courage. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നില്ല, ആ കറേജ് അവിടെ എന്ത് ചെയ്യാനായിട്ട് മസ്റ്റർ അപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്താണ് ധൈര്യം നേടിയെടുക്കാനായിട്ട് അവൻ ഫെയിൽ ആവുകയാണ്, അവൻ പരാജിതനാവുകയാണ്. He failed to muster up courage to take that plunge which appeared to him so desperate. അതാണ് അവനെ നിരാശനാക്കുന്നത്. അങ്ങനെ ആ ഒരു ചിറകിട്ടഴിച്ച് പറന്നു പോകുവാനും മറ്റുള്ളവർക്ക് കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു കറേജ്, ആ ഒരു ധൈര്യം നേടിയെടുക്കുന്നതിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ പരാജയപ്പെട്ടു പോകുന്നത്. His father and mother had come around calling him shrilly, scolding him. അവനെ വന്നിട്ട് നീ നിസ്സാരക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ട്, അവനെ വഴക്ക് പറയുന്നുണ്ട്. threatening to let him starve on his ledge. അവനെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അൺലെസ് നമുക്ക് എന്താ, നീ ഈ കൂട്ടിൽ കിടന്ന് നീ പട്ടിണി കിടന്നു പോകും, നിനക്കൊന്നും കൊണ്ട് തരില്ല. let him to starve on his ledge unless you flew away. നീ പറന്നുപോയി നിനക്കുള്ള ആഹാരത്തിനുള്ള വക തേടിയില്ല എങ്കിൽ നീ ഇവിടെ കിടന്ന് പട്ടിണി കിടക്കുകയുള്ളൂ എന്ന് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ അവനെ ത്രട്ടൺ ചെയ്യുക പോലും ചെയ്യുന്നുണ്ട്. എന്താ ത്രട്ടൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. But for the life of him, he could not move. നോക്കൂ, എങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞു നോക്കി, കളിയാക്കി നോക്കി, ത്രട്ടൺ ചെയ്ത് നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, എന്നിട്ടും പക്ഷെ ഇതൊന്നും ആരെ ബാധിക്കുന്നതേ ഇല്ല, നമ്മുടെ സീകളിനെ ബാധിക്കുന്നില്ല. എന്താണ്? അവന് ഭയമാണ്. താൻ ഇങ്ങനെ പറക്കാൻ തുടങ്ങുമ്പോഴേക്ക് താൻ ഇങ്ങനെ തന്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തന്റെ വിങ്സിന് കഴിയില്ല എന്നുള്ളൊരു ഭയം അവനുണ്ട്.
അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവൻ ആ കൂട്ടിൽ തന്നെ ഇരിക്കുവാൻ തീരുമാനിച്ചു. അല്ലെ, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ സൈക്കിൾ ചവിട്ടാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ആദ്യം സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ സൈക്കിൾ പോലെ തന്നെ ഏത് പ്രവൃത്തികളായാലും ശരി, ആദ്യമൊക്കെ നമുക്ക് നിരാശ, നമ്മളെ കൊണ്ട് പറ്റുമോ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാം. പക്ഷേ നമ്മളത് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയാ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക് അത് നമ്മളിലേക്ക്, ആ സംഘം നമ്മളിലേക്ക് വഴങ്ങി വരും. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുവാനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഭയം നമുക്ക് മാറണമെന്നും. പക്ഷെ ഇവിടെ നമ്മുടെ അശ്വതസികൾ, അവൻ ആ ഭയം, he failed to muster up the courage to fight. അല്ലെ, പറക്കുവാനുള്ള ആ ഒരു കറേജ് മസ്റ്റർ ചെയ്യുവാനായിട്ട്, അത് നേടിയെടുക്കുവാനായിട്ട് he failed. Who failed? That seagull failed to muster the courage to fly. അല്ലെ, പറക്കുവാനുള്ള ആ ഒരു ധൈര്യം നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ സീകൾ എന്ത് ചെയ്യാണ്, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിച്ചു വരാം, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പാരഗ്രാഫ് വായിച്ചു വരാം. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him sternly, scolding him, threatening to let him starve on his sledge unless he flew away. But for the life of him, he could not. But for the life of him, he could not move. Next paragraph. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch the first herring and gibber it, standing on a rock, while his parents circled around, raising a proud cackle. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. Once more, that was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and gibber it, standing on a rock, while his parents circled around, raising a proud cackle. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. That was 24 hours ago. 24 മണിക്കൂർ കഴിഞ്ഞു അല്ലെ, ഇവരൊക്കെ കൂട് വിട്ടൊക്കെ പോയിട്ട് ഇവനെ ഈ കൂട്ടിൽ ഒറ്റയ്ക്കായിട്ട് 24 മണിക്കൂറോളം കഴിഞ്ഞു. Since then nobody had come near him. 24 മണിക്കൂറായിട്ട് ആരും തന്നെ നമ്മുടെ സീകളിന് അടുത്തേക്ക് വന്നിട്ടില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters. പക്ഷേ അവിടെ ഇരുന്നിട്ട് നമ്മുടെ സീകളിൽ കാണുന്നുണ്ട്, എന്ത് കാണുന്നുണ്ട്, അവന്റെ മദറും ഫാദറും ഒക്കെ തന്നെ, അവന്റെ പേരൻസ് ഇവന്റെ ബ്രദേഴ്സിനോടൊപ്പം സിസ്റ്ററിനോടൊപ്പം ഒക്കെ തന്നെ പറക്കുന്നത്, പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുവാനായിട്ട് അവരെ കൂടുതൽ കൂടുതൽ പ്രാപ്തരാക്കുന്നത്, ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, എങ്ങനെയാണ് തിരമാലകൾ കൂടി സ്കിം ചെയ്യേണ്ടത്, ഊളിയിട്ട് പോകേണ്ടതെന്ന്, ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് ഡൈവ് ചെയ്ത് ഫിഷിനെ പിടിക്കേണ്ടത് തുടങ്ങിയ വിദ്യകളൊക്കെ തന്നെ തന്റെ പേരൻസ് തന്റെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ പകർന്നു നൽകുന്നത് ഈ കൂട്ടിലിരുന്നുകൊണ്ട് ആര് കാണുകയാണ്, നമ്മുടെ യങ് സ്ത്രീകൾ കാണുകയാണ്. He had in fact seen his older brother catch the first herring and devour it. തന്റെ ഓൾഡർ ബ്രദർ ആദ്യമായിട്ട് ഒരു ഇരയെ പിടിക്കുന്നതും അതിനെ മീനെ പിടിക്കുന്നതും കഴിക്കുന്നതും കാണുന്നുണ്ട്. Standing on a rock while his parents circled around, raising a proud cackle. അങ്ങനെ ആദ്യമായിട്ടൊരു മത്സ്യത്തെ പിടിച്ചപ്പോഴേക്ക് അവരെല്ലാവരും അഭിനന്ദിക്കുന്നതും കാണുന്നുണ്ട്. And all the morning, the whole family had walked about a big plateau midway down the opposite cliff, laughing at his cowardice. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആ ക്ലിഫിൽ ഇരുന്നുകൊണ്ട് അവര് ബിഗ് പ്ലാറ്റോടെ ഒരു നല്ല ആ പ്രദേശത്ത് അവിടെ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇവന്റെ കവോഡിസ് എന്ന് വെച്ചാൽ ഇവന്റെ ഭീരുത്വം, ഇവന്റെ ഭീരുത്വത്തെ ഓർത്ത്
ചിരിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അവനെ കളിയാക്കുന്നതും എല്ലാം തന്നെ ഈ കൂട്ടിലിരുന്നു കൊണ്ട് ആര് കാണുന്നുണ്ട്? നമ്മുടെ യങ് സീകള് കാണുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഇവന്റെ പേരൻസ് എന്ന് പറയുന്നത് തന്റെ മറ്റ് ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഒക്കെ തന്നെ ആ വേവ്സിൽ കൂടിയൊക്കെ പോയി സ്കിം ചെയ്യുവാനും അതിൽ നിന്ന് ഫിഷിനെ പിടിക്കുവാനും ഒക്കെ തന്നെ എക്വിപ്ഡ് ആക്കുന്നത്, പ്രാപ്തരാക്കുന്നത് ഈ കൂട്ടിലിരുന്നു കൊണ്ട് ആര് കാണുകയാണ്? നമ്മുടെ ആ യങ് സീകള് കാണുകയാണ്. അവിടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതേസമയം തന്നെ അവരെ ദൂരെ ഇരുന്നിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. That was 24 hours ago. Since then nobody had come near him. The day before, all the day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch the first herring and gibber it, standing on a rock while his parents circled around raising a proud cackle. And all the morning, the whole family had walked about on the big plateau, midway down the opposite cliff, laughing at his cowards. Okay. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had stretched every inch, rotting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried piece itself. It was like eating a part of himself. ഈ ഒരു 3 പാരഗ്രാഫാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ 3 പാരഗ്രാഫുകളും ഒന്നുകൂടെ ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിനകത്ത് നിന്ന് 3 പാരഗ്രാഫിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബാക്കി 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതുകൂടെ തന്നെ ഇപ്പൊ പറയാം. ആ 3 പാരഗ്രാഫുകൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. The young seagull was alone on his ledge. His 2 brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the wing of the ledge and attempt to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down, he felt certain that his wings would never support him. So, he bent his head and ran away, back to the little hole under the ledge where he slept at night. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and gibber it, standing on a rock while his parents circled around raising a proud cackle. And all the morning, the whole family had walked about on the big plateau, midway down the opposite cliff, laughing at his cowards. ഇത്രയും 3 പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. Why was a young seagull afraid to fly? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what did the parents do to motivate the young bird when he failed to muster up enough courage to fly? Then ഈ 2 ക്വസ്റ്റ്യന്റെയും ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. How did the parents support and encourage the young seagull's brothers and sisters? ഇതിന്റെ ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ 3ന്റെയും ആൻസർ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why was a young seagull afraid to fly?
Why was the young seagull afraid to fly? Second question. What did the parents do to motivate the young bird when it failed to muster up enough courage to fly? What did the parents do to motivate the young bird when it failed to muster up enough courage to fly? Then third question. How did the parents support and encourage the young seagulls, brothers and sister? Question how did the parents support and encourage the young seagulls, brothers and sister? Okay, ഈ മൂന്ന് ക്വസ്റ്റ്യന്റെയും കൂടി ആൻസർ കണ്ടെത്തി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാരഗ്രാഫോട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.